K18 റിയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വടകര റെയിൽവേ സ്റ്റേഷനിലാണ്. വടകര റെയിൽവേ സ്റ്റേഷനിലെ രാത്രികാല മനോഹര കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആളുകളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ചെയ്ത ആളും ചെയ്യാത്ത ആളുകളൊക്കെ നിങ്ങളെ ലൈക്ക് കമൻറ്റ് എന്നെല്ലാം നൽകുക എന്ന് മാത്രം പറയുകയാണ്. നമ്മൾ വടകര റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള രാത്രികാല മനോഹര കാഴ്ചയാണ്. വടകര റെയിൽവേ സ്റ്റേഷൻ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി മനോഹരമാക്കിയൊരു കാഴ്ചയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറമേ നിന്നുള്ള രാത്രിയിലുള്ള കാഴ്ചയാണ്. അപ്പോൾ പുറമേ നിന്നുള്ള കാഴ്ചയും അതോടൊപ്പം തന്നെ രാത്രിയിലുള്ള ഉള്ളിലുള്ള കാഴ്ചയും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. ഓഹോ ഹോ ഹോ എന്താ അങ്ങോട്ട് വർക്കായില്ല. ആളുകൾ അവിടെ ഇരിപ്പിടത്തിലിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മളെന്താ പറയുക, ഇതിന് സ്പ്രിങ്കിൾസോ ഇതിപ്പോൾ ഓൺ ചെയ്തതോടുകൂടി ബാഗെല്ലാം കൂടി ഒരു പരുവത്തിലായി. കുട്ടികൾ വിശ്രമിക്കാനിരിക്കുകയായിരുന്നു. നമ്മളെ പഴയ കുളമായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള കുളം. അത് നവീകരിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ്. മഴ പെയ്യല്ല കേട്ടോ. നമ്മളെ സ്പ്രിങ്കിൾസ് ഓൺ ചെയ്ത സമയത്ത് ആളുകളെ ഡ്രസ്സിലൊക്കെ വെള്ളം തെറിക്കുന്ന കാഴ്ചയാണ്. എന്നാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് രാത്രിയിൽ നമ്മളെ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത്. ഇതൊക്കെ കുറച്ച് വർക്ക് കഴിയാൻ പറ്റിയിട്ടുണ്ട്. ഇതൊരു ഇരിപ്പിടമാണ്. എന്തായാലും ഇരിപ്പിടത്തിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഇരിപ്പിടത്തിൽ റൂഫൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രിങ്കിൾസൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുളിക്കാൻ വേണ്ടി ഇരിക്കേണ്ടി വരും. സ്വിമ്മിങ് പൂളായിട്ട് ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും അതിനകത്ത് ചെറിയ അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ജസ്റ്റ് അല്ലെങ്കിൽ വൺ സൈഡിൽ ഓൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ആക്കിയാൽ മതിയായിരുന്നു. എന്നാലും റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. വളരെ മനോഹരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ. ആ ട്രെയിന് കൂടി നമ്മളീ റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചോടൊപ്പം തന്നെ കുറച്ച് ട്രെയിന് കൂടി പുതിയ സർവീസുകൾ ആരംഭിക്കുകയായിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. റെയിൽവേ സ്റ്റേഷന് പുറമൊക്കെ നല്ല രീതിയിൽ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ ട്രെയിന് കൂടി ലഭിച്ചിരുന്നെങ്കിൽ ഒന്ന് സെറ്റായേനെ. എന്തായാലും രാത്രികാല കാഴ്ച അതിമനോഹരമാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സൈഡിൽ മാത്രം മഴ. വടകര അകത്തുള്ള കാഴ്ച എന്താണെന്ന് ജസ്റ്റ് കണ്ടുനോക്കാം. അകത്തേക്ക് കയറി പോകുമ്പോൾ നല്ല ബോർഡുകൾ, ടിക്കറ്റ് കൗണ്ടർ, പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സംശയമൊന്നുമില്ല. എൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അകത്ത് പുതിയ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തു. സീലിംഗ് കാര്യങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞു. നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ LED DR ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു സൈഡിലും അത്യാവശ്യം മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ട്രെയിനിൻ്റെ എണ്ണം കൂടി
നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് ഒക്കെ കുറച്ചുകൂടി ട്രെയിൻ അനുവദിക്കുകയായിരുന്നെങ്കിൽ വളരെ മനോഹരമായിരുന്നു. നമ്മൾ റിസർവ് ലോഞ്ചാണിത്. പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഡിസൈന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ കാത്തിരിപ്പ് മുറിയാണ്. കാത്തിരിപ്പ് മുറിയാണ്. വെയിറ്റിംഗ് ഹാൾ. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് കയറി വരുന്ന എൻട്രിയാണിത്. അതായത് നമ്മൾ പോലീസ് സ്റ്റേഷൻ, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ മുന്നിലൂടെ കയറി വരുന്ന ഒരു ഭാഗമാണ്. അവിടെയൊക്കെ നല്ല ലൈറ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഒരു ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അത് ബൾബ് ട്യൂബ് ചേഞ്ച് ചെയ്താൽ ട്യൂബല്ല, LED ആണെന്നല്ലോ. LED ചേഞ്ച് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എൻട്രി ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഗ്രിൽസൊക്കെ സ്റ്റീലിൻ്റെ ഗ്രിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ നടപ്പാതയും ചെറിയ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത ഒരു കാഴ്ചയും കാണാൻ സാധിക്കും. 2 വരിയാണ് വൺ സൈഡിൽ. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ച. അതേപോലെ പാർക്കിങ്ങും വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് തന്നെയാണ്. പാർക്കിങ്ങിൻ്റെ ഭാഗം കൂടി ജസ്റ്റ് നമ്മൾ കാണിച്ചു തരാം. ഇത് സ്റ്റാഫുകളുടെ പാർക്കിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഇത് പേ പാർക്കിംഗ് ആണ്. പാർക്കിംഗ് വിശാലമായി കടൽ പോലെ കിടക്കുന്നുണ്ട്. നടപ്പാതയാണ്. പലപ്പോഴും ആളുകൾ നടപ്പാതയിലൂടെയല്ല നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ, വാഹനങ്ങൾക്ക് പോയി വരാനുള്ള ട്രാഫിക് ബ്ലോക്കും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സുഗമമായിട്ടുള്ള ഒരു സഞ്ചാരം ഉണ്ടാവും. അപ്പോൾ പരമാവധി ഈ തരത്തിലുള്ള നടപ്പാതയിലൂടെ ആളുകൾ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പാർക്കിംഗ് ഏരിയയാണിത്. ഇതാണ് പാർക്കിംഗ് ഏരിയ. കാർ പാർക്കിംഗ്, ബൈക്ക് പാർക്കിംഗ്, എല്ലാ പാർക്കിങ്ങും ഉണ്ട്. പിന്നെ ഒരുപാട് പരസ്യമുണ്ട്. ആർട്ടിക് ഫർണിച്ചർ, ഒരുപാട് കമ്പനികളുടെ പരസ്യം കാണാൻ സാധിക്കും. അപ്പോൾ പാർക്കിംഗ് ആണ് പാർക്കിംഗ് ഏരിയ. കടൽ പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടാണ്. ഒരുപാട് വാഹനങ്ങളുണ്ട്. പാർക്കിങ്ങിൽ 4 കൗണ്ടറുകളുണ്ട്. 4 കൗണ്ടറുകൾ. ബൈക്ക് എൻട്രി ലൈൻ. ഇത് ബൈക്കിൻ്റെ കൗണ്ടറാണ്. കാറിൻ്റെ പാർക്കിംഗ് ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയാണ് കാറിൻ്റെ പാർക്കിംഗ്, കാർ പാർക്കിംഗ്. ഓക്കെ, ചെറിയൊരു വിവരണം നമ്മൾ നൽകിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറം മോടി പിടിപ്പിച്ച കാഴ്ചയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.